നമസ്കാരം. അനാവശ്യമായ ചിന്തകളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെയുള്ളവർക്ക് ശ്രീ രമണ മഹർഷി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മഹർഷി പറയുന്നു, തോട്ട്സ് ആർ ഫോർ ദ തിങ്കർ, റിമെയിൻ ആസ് ദ സെൽഫ് ഓഫ് ദ തിങ്കർ ആൻഡ് ദർ ഇസ് എൻ എൻഡ് ഓഫ് തോട്ട്സ്. എത്ര മനോഹരം! ഇതിൻ്റെ അർത്ഥം, ചിന്തകൾ ചിന്തകന് വേണ്ടിയാണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സെൽഫ് ആയി നിലകൊള്ളുക. അപ്പോൾ ചിന്തകൾക്ക് അവസാനമുണ്ടാകും. ഇവിടെ 2 വാചകങ്ങളാണ് മഹർഷി ഉപയോഗിച്ചത്. ആദ്യത്തെ വാചകം തിയറിയും രണ്ടാമത്തെ വാചകം പ്രാക്ടീസിനും വേണ്ടിയുള്ളതാണ്. തോട്ട്സ് ആർ ഫോർ ദ തിങ്കർ എന്നത് തിയറിയാണ്. തിയറി മനസ്സിലാകാതെ പ്രാക്ടീസിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയില്ല. തിയറി എന്ന പദം തിയോറിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം എ വേ ഓഫ് സീയിങ് ഓർ കോൺടെംപ്ലേറ്റിംഗ് റിയാലിറ്റി എന്നാണ്. അതായത് യാഥാർത്ഥ്യം കാണുവാനും ധ്യാനിക്കാനുമുള്ള മാർഗം. അതാണ് തിയറി. സംസ്കൃതത്തിൽ ദർശനം എന്ന് പറയുന്നത് തന്നെയാണ് ഇംഗ്ലീഷിൽ തിയറി എന്നതിൻ്റെ റൂട്ട് മീനിങ്ങും. അപ്പോൾ ആദ്യത്തെ വാചകത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയ ശേഷം രണ്ടാമത്തെ വാചകത്തിൽ പറയുന്ന പ്രാക്ടീസിലേക്ക് നമ്മൾ കടക്കുകയാണ് വേണ്ടത്. തോട്ട്സ് ആർ ഫോർ ദ തിങ്കർ. ചിന്തകൾ ചിന്തകന് വേണ്ടിയാണുള്ളത്. ആരാണ് ചിന്തകൻ? ഈ വാചകം പരിശോധിക്കുമ്പോൾ നമ്മൾ സ്വയം അന്വേഷിച്ച് തുടങ്ങണം. ചിന്തകൻ ആരാണ്? ഞാൻ തന്നെയല്ലേ ചിന്തകൻ? അങ്ങനെയെങ്കിൽ ഞാൻ എന്ന വസ്തു ശരിക്കും ആരാണ്? ചിലർക്ക് ശരീരമാണ് എന്ന് തോന്നും. പക്ഷേ അത് സത്യമാണോ? അല്ല എന്ന് തീർത്ത് പറയാൻ സാധിക്കും. കാരണം നമ്മുടെ ശരീരം ഞാൻ എന്ന് പറയാറില്ല. അതിനങ്ങനെ പറയാൻ കഴിയില്ല. മഹർഷി തന്നെ പറയുന്നുണ്ട്, ദ ഇൻസെൻഷ്യൻറ്റ് ബോഡി ഡസ് നോട്ട് സേ ഐ. അചേതനമായ ശരീരം ഞാൻ എന്ന് പറയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ശരീരം എപ്പോഴെങ്കിലും ഞാൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിന് അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ ആരാണ് ഞാൻ എന്ന് പറയുന്നത്? നിങ്ങൾ ആകുന്ന യഥാർത്ഥ അവെയർനെസ് ആണോ? കോൺഷ്യസ്നെസ് ആണോ? കോൺഷ്യസ് അവെയർനെസ്സിന് ഞാൻ എന്ന് പറയാൻ കഴിയുമോ? ഓഫ് കോഴ്സ്, നിങ്ങൾ ഞാനെന്ന് പറയുമ്പോൾ അവെയർനെസ്സിന് അതറിയാൻ കഴിയും, പക്ഷേ പറയാൻ കഴിയില്ല. മഹർഷി പറയുന്നു, ദ ബീയിങ് അവെയർനെസ് ഡസ് നോട്ട് റൈസ്. അസ്തിത്വബോധം ഉയരുന്നില്ല. എന്നുവെച്ചാൽ ചിത്ത് അഥവാ കോൺഷ്യസ്നെസ് ചലിക്കുന്നില്ല എന്നർത്ഥം. അചലമായ വസ്തുവിന് ഞാനെന്ന് പറയാൻ കഴിയില്ല. അതാണ് കാര്യം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ജഡമായ ശരീരത്തിന് ഞാൻ എന്ന് പറയാൻ കഴിയില്ല. അചലമായ കോൺഷ്യസ്നെസ്സിനും ഞാൻ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയ്ക്ക് മറ്റാരോ കയറിക്കൂടി ഞാൻ എന്ന് പറയുന്നുണ്ട്. മഹർഷി തന്നെ വ്യക്തമാക്കുന്നു, ഇൻ ബിറ്റ്വീൻ വൺ തിങ് റൈസസ് ആസ് ദി ഐ. കോൺഷ്യസ്നെസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയിൽ മറ്റെന്തോ ഒന്ന് ഞാൻ ആയി ഉയരുന്നുണ്ട്. അതിന് പറയുന്നു ഈഗോ എന്ന്. മഹർഷി ഇതിനെ വിശേഷിപ്പിക്കുന്നത് ചിത്ത് ജഡഗ്രന്ഥി എന്നാണ്. നിർവികാരമായ ജഡശരീരത്തിനും പൂർണ്ണമായ ബോധത്തിനും ഇടയിൽ പെട്ടുകിടക്കുന്ന ഒരു കെട്ട്. ദ നോട്ട് ഫോംഡ് ബൈ ദി എൻറ്റാങ്കിൾമെൻറ്റ് ഓഫ് അവെയർനെസ് വിത്ത് ദി ഇൻസെൻഷ്യൻറ്റ് ബോഡി. അതാണ് ചിന്തകൻ. ബോണ്ടേജ് അഥവാ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന എന്തോ ഒന്ന്. സത്യത്തിലുള്ളതല്ല, പക്ഷേ ഉള്ളതുപോലെ തോന്നുന്നു. തോട്ട്സ് ആർ ഫോർ ദ തിങ്കർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ചിന്തകൾ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ചിന്തകന് വേണ്ടിയുള്ളതാണ്. ഇതാണ് തിയറി പാർട്ട്. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ആരാണ് ആ ചിന്തകൻ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാൻ തോന്നുന്നില്ലേ? ഉണ്ടെങ്കിൽ അതാണ് ഹു എം ഐ എന്ന പ്രോസസ്സ്. ആ പരമമായ സത്യം അറിയാനുള്ള ജിജ്ഞാസയോടെ ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കണം. ആൻഡ് യു മസ്റ്റ് ഡു സോ വിത്ത് ഹ്യൂമിലിറ്റി, വിനയത്തോടെ, വിത്ത് ഡിവോഷൻ, ഭക്തിയോടെ, ആൻഡ് വിത്ത് ലവ്, സ്നേഹത്തോടെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ആത്മവിചാരത്തിലേക്ക് തിരിയുകയാണ്. അവിടെ ശരണാഗതി സംഭവിക്കുന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ എന്ന് ധരിച്ചു വെച്ചത് സത്യമല്ലെന്ന് അറിയുന്ന അതേ നിമിഷം മറ്റൊരു ഞാൻ അവിടെ തെളിയുന്നു. അതാണ് സെൽഫ് ഓഫ് ദ തിങ്കർ എന്ന് മഹർഷി രണ്ടാമത്തെ വാചകത്തിൽ പറഞ്ഞത്. ആ സെൽഫ് ആയി നിലകൊള്ളുക. അപ്പോൾ ചിന്തകൾക്ക് അവസാനമുണ്ടാകും. ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ തിങ്കർ ആസ് വെൽ ആസ് ദ തോട്ട്സ്. അതാണ് റിയലൈസേഷൻ, എവേക്കനിങ്,
അഥവാ എൻലൈറ്റൻമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ താൽപ്പര്യത്തോടെ ഈ പാത പിന്തുടർന്നാൽ താങ്കൾ താമസിയാതെ അവിടെ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒത്തിരി സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.